വാത്സല്യമുള്ള വിശ്വാസികളുടെ സമൂഹം. Today's gospel reading was from St. Matthew chapter 15 verses 21 through 31. That particular episode is given in all the three gospels. St. Mark and St. Luke, we can see the same passage. One of the very typical, and when we look into the passage, in that narration, we feel we are seeing a film. Otherwise, we are watching a drama. The scene is very beautiful. Jesus was walking through a crossway. One lady is approaching. And just look at that lady. She is shouting, she is yelling, she is crying. She is crying aloud. വലിയ ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് ഒരു സ്ത്രീ ഓടിപ്പാഞ്ഞു വരിക തമ്പുരാന്റെ സന്നിധിയിൽ. ഒരു സ്ത്രീ ഉച്ചത്തിൽ നിലവിളിക്കണമെങ്കിൽ, വാസ്തവത്തിൽ പ്രത്യേകിച്ച് പുരുഷന്മാരൊക്കെ നിൽക്കുന്നിടത്ത് ഉച്ചത്തിൽ ഒരാൾ നിലവിളിക്കണമെങ്കിൽ, ജസ്റ്റ് ഇമാജിൻ ദ മെന്റൽ ആഗണി ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ലേഡി. അവിടെ മനസ്സിൽ തിങ്ങി വീഴുന്ന ദുഃഖം, നെടുവീർപ്പ്, വേദന എന്തുമാത്രം ഉണ്ടായിരിക്കണം. ഒരു അന്യപുരുഷൻ നിൽക്കുന്ന, അല്ലെ ആളുകൾ നിൽക്കുന്ന വഴിയോരത്ത് നിന്ന് നിലവിളിച്ചു വരേണ്ടത്. And in fact, that's the matter we have to meditate on. Do we have that problems in our heart? ഇവിടെ മുമ്പിൽ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ മനസ്സ് തിങ്ങുന്ന ഒത്തിരി പ്രശ്നങ്ങളില്ലേ? When we look into the details of this particular lady, definitely we also need to cry aloud, just like this Canaanite woman. കനാന്യക്കാരി സ്ത്രീ നിലവിളിച്ചതിന് തത്തുല്യമോ അതിലോ അല്പം കൂടെ ഉച്ചത്തിലോ നിലവിളിക്കേണ്ട ജീവിത സാഹചര്യങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിലില്ലേ? എന്നാൽ എത്ര പേരിന്ന് ദൈവസന്നിധിയിൽ കരയുന്നുണ്ട്? ഇന്ന് നമുക്ക് കുറവുള്ള വിഷയം ഇതാണ്, കരച്ചിൽ കുറവ്. ദൈവത്തിന്റെ മുമ്പിൽ കരയാൻ കഴിയുന്നില്ല. അതുകൊണ്ട് വേണ്ടാത്തതിനൊക്കെ കരയേണ്ട ഗതികേടുണ്ടാകുക. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് കരയാൻ സാധിക്കണം. ഈ അനുഗ്രഹീതമായ ചിന്ത നമ്മെ പഠിപ്പിക്കുന്ന വലിയ സത്യമാണ്. ഈ ഗോസ്പൽ, ദിസ് ഇസ് ദ അൾട്ടിമേറ്റ് മെസ്സേജ് ഓഫ് ദിസ് പർട്ടിക്കുലർ ഗോസ്പൽ. We need to surrender ourselves. We have to pray aloud. We do have a lot of problems. ഇവിടെ പറയുന്നുണ്ട്, what's her problem? And she is saying that her daughter is possessed by a demon. പിശാച് ബാധയാണ് തന്റെ കുഞ്ഞിന്, അതിൽ നിന്ന് മുക്തമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊന്നും ദിവസമായിട്ട് അങ്ങനെയുള്ള വിഷയങ്ങളില്ലേ? ഈ പിശാച് വായിച്ചാലുള്ള വിഷയം എന്താണെന്നറിയാം? പള്ളിയിലോട്ട് വരികയില്ല, ആത്മീയ കാര്യങ്ങളിൽ താല്പര്യമില്ല, മാതാപിതാക്കൾ പറഞ്ഞാൽ കേൾക്കുകയില്ല, അല്ലെങ്കിൽ പഠിക്കേണ്ട സമയങ്ങളിൽ കാര്യങ്ങൾ പഠിക്കുന്നില്ല, നല്ല രീതിയിൽ ജീവിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. ഇതൊക്കെ വാസ്തവത്തിൽ ഈ പിശാച് ബാധയുടെ ലക്ഷണങ്ങൾ. ഇതാരെയും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങൾ ഇതിലേക്ക് മടങ്ങി വരണമെങ്കിൽ അമ്മമാരുടെ ഒരു കരച്ചിൽ ആവശ്യം, അപ്പന്മാരുടെ ഒരു കരച്ചിൽ. അമ്മ എന്ന് പറയുന്നത് ഐ എം യൂസിങ് എൻ ഇൻക്ലൂസീവ് ടേം, ഒരു ബോത്ത് ഇൻക്ലൂസീവ്, ബോത്ത് പേരൻസ്, ഫാദർ ആൻഡ് മദർ ടുഗദർ, ദേ ഹാവ് ടു ക്രൈ അലൗഡ്. ആരുടെ മുമ്പിൽ? വല്ലവരുടെ മുമ്പിൽ കരഞ്ഞിട്ട് കാര്യം ഒന്നും നടക്കാൻ പോകുന്നില്ല. തമ്പുരാന്റെ സന്നിധിയിൽ കരയണം, ഉച്ചത്തിൽ കരയാൻ സാധിക്കണം. ഈ സ്ത്രീ ഉച്ചത്തിൽ കരയുക, എന്റെ കുഞ്ഞിനൊരു വിടുതൽ കിട്ടണം. അവളെ പിശാച് ബാധിച്ചിരിക്കുക. ദൈവജനമേ, പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇതുപോലെ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ജീവിതാനുഭവങ്ങൾ, ഇത് പിശാച് ബാധയുടെ ലക്ഷണങ്ങളായിട്ട് കണ്ടുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് കണ്ണുനീരൊഴുക്കുന്ന മാതാപിതാക്കളുണ്ടാകണം. When we look into this particular lady, we see lot of hurdles. ഒത്തിരി പരിമിതികളുള്ള സ്ത്രീയായിരുന്നു അവൾ. വാസ്തവത്തിൽ പൊതുവിൽ വന്നു നിൽക്കാനോ സംസാരിക്കാനോ ഒന്നും കഴകത്തുള്ളവളല്ല. Her birth itself was a negative thing for her. എന്താ? What was the hurdle? By she born as a Gentile. അന്നത്തെ രീതി അനുസരിച്ച് അധകൃതമായിട്ടുള്ള ഒരു സമൂഹത്തിൽ പിറന്നവൾ. അവൾക്ക് സമൂഹത്തിൽ നമുക്കറിയാം, when Jesus came through the way, one lady was fetching water. ആരാണ്? Samaritan lady. അവള് ചോദിക്കുന്നുണ്ട്, ഞങ്ങളോട് സമ്പർക്കമില്ല. ശമര്യക്കാരോടും പുറജാതികളോടും സമ്പർക്ക വിഭൂതന്മാർക്കില്ല. അങ്ങനെ ഇരിക്കെ ഈ യേശുവിന്റെ സന്നിധിയിലേക്ക് അവർക്ക് വരുന്നതിന് വാസ്തവത്തിൽ ഒത്തിരി റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. But still she is coming close to Jesus Christ. She is crying aloud.
Her birth itself was a great hurdle for her to come close to Jesus. കർത്താവിന്റെ സന്നിധിയിൽ വരുന്നതിന് ജന്മം തന്നെ തടസ്സം. ജന്മം കൊണ്ട് തടസ്സം വരുന്നത് തന്റേതല്ലാത്ത കാരണത്താൽ അവൾ ജനിച്ച പ്രത്യേകിച്ചുള്ള ഒരു സമൂഹം അവളെ പുറന്തള്ളപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് യേശുവിന്റെ സന്നിധിയിൽ വരുന്നതിന് തടസ്സം ഉണ്ടായിരുന്നു. Again, when we look into this particular lady, we see she was an illiterate girl. വലിയ വിദ്യാഭ്യാസം പോയിട്ട് അക്ഷരാഭ്യാസം പോലും ഇല്ലാത്തവൾ. സമൂഹത്തിൽ അങ്ങനെയുള്ള ആളുകൾക്ക് ഒരിക്കലും മെയിൻ സ്ട്രീമിലേക്ക് വരാൻ സാധിക്കില്ല. She was an illiterate girl, lady. And that was also another hurdle come close to Jesus Christ. കർത്താവിന്റെ സന്നിധിയിലേക്ക് വരുന്നതിന് നമ്മൾ പലരും പറയുന്നുണ്ട്, അയ്യോ എനിക്ക് വലിയ വിദ്യാഭ്യാസം അക്ഷരാഭ്യാസം ഒന്നുമില്ല, ഞാൻ എന്നെ എടുക്കാനാണ്, ഞാൻ പ്രാർത്ഥിക്കാറില്ല, ബൈബിൾ വായിക്കാൻ അറിയില്ല. She never read any gospel or any Old Testaments or anything like that. She never had a chance to learn about Jesus Christ. She never had a former experience to see or talk to him or go through the readings of the church. സഭയുടെ പഴയ നിയമം ഒന്നും വായിക്കാനോ പഠിക്കാനോ ഒന്നും പരിചയം കഴിവില്ലാത്തവർ. She was a literate lady. ഒരു അക്ഷരാഭ്യാസം പോലും ഇല്ലാത്ത സ്ത്രീ. Again, when we look into her, we can see some other hurdles too. And when she talked to the disciples, it seems to be they are against to her. ശിഷ്യന്മാർ എന്താ ചെയ്തത്? They always keep her away from Jesus Christ. കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് അകറ്റി നിർത്താനാണ് ശിഷ്യന്മാർ ശ്രമിച്ചത്. അതുകൊണ്ട് അവൾ വിചാരിച്ചു, തമ്പുരാനെ ശിഷ്യന്മാർ പോലും എനിക്ക് അനുകൂലമല്ലേ. നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എനിക്ക് ആരും അനുകൂലമല്ലേ, എല്ലാവരും ഞാൻ തള്ളപ്പെടുകയാണോ, എനിക്ക് കഴിവില്ലല്ലോ, പ്രാപ്തിയില്ലല്ലോ, ബുദ്ധിയില്ലല്ലോ, ശക്തിയില്ലല്ലോ, ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ, എനിക്ക് ബന്ധമൊന്നും. ചിലപ്പോൾ ചിന്തിച്ച ആളുകൾ പോലും എനിക്ക് അനുകൂലമല്ലേ, അവരും എന്നെ തിരസ്കരിക്കുകയാണോ. There's a third hurdle we see. Even the disciple seems to be against to her. Again, when she come close to Jesus Christ, we see initially it says that Jesus didn't say a word to her. ഒരു വാക്ക് പോലും അവളോട് പറഞ്ഞില്ല. ഇഗ്നോർ ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഗ്രേറ്റ്, നമുക്ക് സഹിക്കുന്നതിനപ്പുറം. നമ്മൾ പറയാറില്ലേ, ചെള്ളയ്ക്കൊരു അടി തന്നാലും ഞാൻ സഹിച്ചേനെ, പക്ഷെ അവനെ കണ്ടില്ലെന്ന് അടിച്ചു പോയില്ലേ. ഇഗ്നോർ ചെയ്യാന്ന് പറയുന്നത് ഒരു വലിയ ബുദ്ധിമുട്ടാണ്, മനസ്സിന് വലിയ ഭാരം. And Jesus didn't say even a word to her. ഇത്രയും നിലവിളിച്ച സ്ത്രീയോട് ഒന്ന് തിരിഞ്ഞു നോക്കുകയോ ഒരു വാക്ക് പോലും പറയുകയോ ചെയ്തില്ല. And she thought that even Jesus is also against to me. എനിക്കെതിരാണോ എന്റെ യേശു പോലും എന്നവൾ ചിന്തിച്ചു. തന്നെയുമല്ല, എന്നിട്ട് അവൾ നിർത്തിയില്ല. She cried aloud and she approached him. വീണ്ടും കുറച്ചുകൂടെ അടുത്തിരുന്നു, എന്നിട്ട് സംസാരിച്ചു. We see this dialogue. This particular dialogue is very special. എന്താ ചോദിക്കുന്നത്? യേശു തമ്പുരാൻ പറയുക, I have sent to the people those of lost from the sheep of Israel. ഇസ്രായേലിൽ നിന്ന് കാണാതെ പോയ ആട്ടിൻ പറ്റത്തിനിടയ്ക്കൽ എന്നെ അയച്ചു, നിന്റെ അടുത്തിലേക്കല്ല. അതിനുശേഷം ഒരു വാക്കൂടെ പറഞ്ഞു, It's not fair to give the children's bread to the dogs. മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് വിഹിതമല്ല. Just imagine, ഒരു കുലത്തിൽ പറഞ്ഞോ ആരെങ്കിലും ഒരു മാന്യതയോ അഭിമാനമുള്ള ഒരു സ്ത്രീയാണ്, പിന്നെ ഒരു സെക്കൻഡ് അവിടെ നിൽക്കുമോ? നമ്മളെ പോലുള്ളവരാണ്. അങ്ങേരെ അടുത്തോട്ടങ്ങ് ചെന്നപ്പോ എന്നെ കണ്ടില്ലെന്നടിച്ചു, ഞാൻ സഹിച്ചു, പിന്നെ സംസാരിച്ചു, വീണ്ടും പറയുക, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് എന്നെ നായ എന്ന് വിളിച്ചില്ല. വലിയ ഇന്റർപ്രിട്ടേഷൻ കൊടുക്കും. നമ്മൾ പറയാത്ത കാര്യങ്ങൾ പോലും ഇന്റർപ്രറ്റ് ചെയ്ത് ഏതെല്ലാം മാനങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുന്ന ആളുകളാണ്. വാക്കുകൾക്കിടയിലും വരികൾക്കിടയിലെയൊക്കെ ശബ്ദം ധ്വനിയും കേട്ട് ഇവിടെ യേശു തമ്പുരാൻ ഇതുപോലൊരു വാക്ക് ഉപയോഗിച്ചപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് റെസ്പോണ്ട് ചെയ്യുമായിരുന്നു. ആ പരിസരത്തുനിന്ന് ഓടി വേണമെങ്കിൽ രണ്ട് പള്ളു പറഞ്ഞിട്ട് പോയാലും ആരും പഴി പറയുകയില്ലായിരുന്നു. But still she keep on praying, she keep on crying, she keep on beg to him. അവന്റെ അടുത്ത് യാചിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ സ്ത്രീയെ കാണുന്നത്. യേശു തമ്പുരാൻ അവളോട് അവസാനം പറയുന്നൊരു വാക്കുണ്ട്, The women, your faith is great. Great is your faith. നിന്റെ വിശ്വാസം വലുത്. ഇവിടെ വാസ്തവത്തിൽ when we look into this particular episode, we see it was an examination and interview between this Jesus Christ and this lady. Jesus was taking an interview from this lady. അവരുടെ അടുത്തൊരു ഇന്റർവ്യൂ നടത്തുകയായിരുന്നു. അവൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുമെന്ന് അറിയാൻ തക്കവണ്ണം ഇറ്റ് വാസ് എ ഫെയ്ത്ത് ടെസ്റ്റ്, വിശ്വാസത്തിന്റെ പരീക്ഷയായിരുന്നു. അവർക്ക് എന്താ ലാഭം അറിയാമോ? Interview with first rank,
ഫസ്റ്റ് റാങ്കിൽ പാസ്സായ ലേഡിയാണ് അവിടെ കാണുന്നത്. അതിന് കിട്ടിയ റിവാർഡ് എന്താണെന്നറിയാം? When we look into the Bible, especially chapter 15 verse 28, we see that അവിടെ വിശ്വാസം വലുതെന്ന് പറഞ്ഞതിന് ശേഷം യേശു ക്രിസ്തു അവർക്ക് കൊടുക്കും, നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം നിനക്ക് ലഭിക്കട്ടെ. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം. ദൈവസന്നിധിയിൽ വരുമ്പോൾ പല കാര്യങ്ങൾ വാഗുകൊണ്ട് ചോദിക്കുമെങ്കിലും ഹൃദയത്തിൽ എന്തെല്ലാം ആഗ്രഹമായിട്ടാണ് ഞാൻ നിങ്ങളൊക്കെ വരും. വാസ്തവത്തിൽ തമ്പുരാൻ കൊടുത്ത മറുപടി നിന്റെ മകൾക്ക് സൗഖ്യം വരട്ടെ എന്ന് മാത്രമല്ല, മകളുടെ സൗഖ്യത്തിനപ്പുറം നീ ഹൃദയത്തിൽ താലോലിക്കുന്ന ഒത്തിരി വിഷയങ്ങളില്ലേ ദൈവസന്നിധിയിൽ വരുമ്പോൾ? നിന്റെ മനസ്സ് ദൈവത്തോട് യാചിക്കുന്ന ഒത്തിരി കാര്യങ്ങളില്ലേ? നീ അത് വാചിട്ട് പറഞ്ഞില്ലെങ്കിൽ പോലും നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം ദൈവം നമുക്ക് തരുമ്പോൾ അവൻ തരുന്നത് സമൃദ്ധിയുടെ അനുഗ്രഹങ്ങളാണ്. നീ സ്വപ്നം കാണുന്നതിനപ്പുറം, ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിനപ്പുറം നന്മ കൊണ്ട് നിറപ്പാൻ ദൈവം സമ്പന്നനാണ് തിരുവെഴുത്ത് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ചോദിക്കുന്നതിനപ്പുറമായിട്ടാണ് നിന്റെ ഹൃദയത്തിന്റെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പറഞ്ഞ് ദൈവം നിനക്ക് തൃപ്തി തരുമെന്നുള്ളത് സംശയമില്ല. ഈ പരിശുദ്ധ നോമ്പിന്റെ സന്നിധിയിൽ ഈ കനാന്യക്കാരെ പോലെ we have to pray, we have to pray, we have to cry aloud just like this Canaanite women. ഈ കനാന്യക്കാരി സ്ത്രീ നിലവിളിച്ചതുപോലെ ഒരു തുള്ളി കണ്ണുനീർ ദൈവത്തിന്റെ ആലയത്തിൽ ഒഴുക്കാൻ നിന്റെ ഭവനത്തിൽ നീ പ്രാർത്ഥിക്കുമ്പോൾ ഒരു തുള്ളി കണ്ണുനീര് വീഴുമോ? ദൈവം നിന്നോട് കരുണ കാണിക്കും. കണ്ണുനീര് കണ്ട് മറികടക്കാത്തവനാ ദൈവം. ഒരുപക്ഷെ ഉച്ചത്തിലുള്ള ശബ്ദം കേട്ടല്ല അവരെ തിരിഞ്ഞത്, അവിടെ കരച്ചിലിനെ കാണാതിരിക്കാൻ ദൈവത്തിന് സാധിക്കില്ല. അതുകൊണ്ടാണ് പ്രവാചകൻ പറയുന്നത്, നിന്റെ കണ്ണുനീർ കാണാതിരിപ്പാൻ തക്കവണ്ണം എന്റെ കണ്ണ് കുരുടായി പോയിട്ടില്ല. നിന്റെ കരച്ചിലിന്റെ ശബ്ദം കേൾക്കാതിരിപ്പാൻ തക്കവണ്ണം അവന്റെ ചെവി കുരുടായി പോയിട്ടില്ല, മന്ദമായി പോയിട്ടില്ല. അതെ, നിന്നെ കാണാതിരിപ്പാൻ തക്കവണ്ണം, സഹായിക്കാതിരിപ്പാൻ തക്കവണ്ണം, സൗഖ്യമാക്കാതിരിപ്പാൻ തക്കവണ്ണം അവന്റെ കരം കുറുകിപ്പോയിട്ടില്ല. പ്രവാചകൻ പറയുന്നു, കണ്ണു കുരുടാകാത്തൊരു ദൈവം, കാത് മന്ദമാകാത്തൊരു ദൈവം, കൈ കുറുകിപ്പോകാത്തൊരു ദൈവം നിന്നെ മാടി വിളിക്കുക. നിന്റെ ജീവിത ആവശ്യങ്ങൾ അല്ല, നിന്റെ ആഗ്രഹങ്ങളെ മുഴുവൻ, നിന്റെ ഹൃദയത്തിന്റെ എല്ലാ ആഗ്രഹങ്ങളെയും തരുന്ന ദൈവം. നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് കരയാൻ സാധിക്കുമോ? കനാന്യക്കാരി സ്ത്രീ നമ്മുടെ മുമ്പിൽ ഉയർത്തുന്ന വെല്ലുവിളി ഇതാ. Can we cry aloud for our needs? Not mere needs, all the wishes, just surrender to Him. Definitely God is so gracious to fulfill all the goodwill of each and every one of you. May God bless you, that gracious Lord stretch His hand, bless you all.